അപ്പോൾ ഇന്ന് എൻ്റെ കയ്യിലുള്ള കുറച്ച് ചൈനീസ് ബോൾസ്യത്തിൻ്റെ വെറൈറ്റി കളേഴ്സ് ഞാൻ കാണിച്ചു തരാം. അതുകൂടാതെ നമുക്ക് പുതിയ കളർ ഉണ്ടാക്കി എടുക്കാൻ പറ്റുമെന്ന് എല്ലാവരും പറയുന്നൊരു ട്രിക്ക് ഉണ്ടല്ലോ, അതും കൂടെ നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. അപ്പോൾ എൻ്റെ കയ്യിലൊരു 3-4-5 കളർ ഇപ്പോൾ അവൈലബിൾ ആണ്. എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നാലും ഈ ഒരു പീച്ച് കളറിനോട് കുറച്ചധികം ഇഷ്ടം കൂടുതലുണ്ട്. അങ്ങനെ ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടായിരുന്ന ടൈമിൽ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഇപ്പം കുറച്ച് ഫ്ലവറൊക്കെ പ്ലാന്റിലുള്ളൂ. ഇതിൽ ഒരുപാട് കളേഴ്സ് കയ്യിലുണ്ടായിരുന്നു, പക്ഷേ എല്ലാം നഷ്ടപ്പെട്ടു പോയതാണ്. കാര്യം ഇങ്ങനെ ഫ്ലവറായിട്ട് നിൽക്കുമ്പം നമുക്കിങ്ങനെ കമ്പൊടിച്ച് വേറെ പിടിപ്പിക്കാൻ എന്നുള്ള ഒരിത് നമുക്ക് തോന്നത്തില്ല. അപ്പോൾ ഈ ഒരു പ്ലാന്റ് കയ്യിലുള്ളവരെല്ലാം ദയാദാക്ഷിണ്യം ഒന്നും കൂടാതെ കൊണ്ട് പുതിയ പുതിയ പ്ലാന്റ്സ് കമ്പൊടിച്ച് കുത്തി പിടിപ്പിച്ചെടുക്കണം. അപ്പോൾ ഇന്ന് ഇത് കണക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഇതിലിങ്ങനെ സീഡ് കണ്ടിട്ട്, അപ്പോൾ നമുക്കൊന്ന് സീഡ് ഇട്ട് മുളപ്പിക്കാൻ പറ്റുമോ എന്ന് നോക്കാനെ കൊണ്ടാണ് ട്രൈ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞത്. അപ്പം ഇതാണ് അതിൻ്റെ സീഡ് വന്നിട്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ട് കുറച്ച് പോട്ടി മിക്സ് എടുക്കാം. ഞാൻ മണ്ണ്, മണൽ, അത് കണക്ക് നമ്മുടെ കമ്പോസ്റ്റ് ചകിരിച്ചോറുണ്ടല്ലോ, അതാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇത് 3 മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് വേറെ ചാണകപ്പൊടി, എല്ലുപൊടി അങ്ങനെയുള്ള ഒരു സാധനങ്ങളും ഈ ഒരു പോട്ടി മിക്സിൽ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത്രയും വെച്ചിട്ട് നമ്മുടെ പോട്ടി മിക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പോട്ടി മിക്സ് ഇതുപോലൊരു സീഡിങ് ട്രേയിൽ നിറച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് ഓരോരോ സീഡായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ ഇപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്ന സീഡ് വരുന്നത്. അത് ഡ്രൈ ആവാത്ത ഒരു സീഡാണ്. 2 ദിവസത്തിന് മുന്നേ ഞാൻ ഇത് കണക്ക് 2 സെറ്റ് ഓഫ് സീഡ് പൊട്ടിച്ചിട്ട് ഒരു പേപ്പറിൽ പൊതിഞ്ഞിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിപ്പോൾ നല്ല ഡ്രൈ ആയിട്ട് ഇരിക്കുകയാണ്. അപ്പം രണ്ടും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. പൊട്ടിച്ച് അപ്പോൾ ഇടുന്നതാണോ കിളിർക്കുന്നത്, അല്ലെങ്കിൽ ഒന്ന് ഡ്രൈ ആയി വന്നിട്ട് കിളിർക്കുന്നതാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് വെറുതെ ഒരു കൗതുകത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് കണക്കാണ് ഡ്രൈ ആയിട്ടുള്ള സീഡുള്ളത്. നമുക്ക് ഓരോരുത്തരെയായിട്ട് ആ സീഡിങ് ട്രേയിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ ഓരോന്നല്ല ഇടുന്നത്, അത്യാവശ്യം ഒരു 5-6 സീഡ് വെച്ചിട്ടൊക്കെ ഇടുന്നുണ്ട്. കാര്യം ഇതുവരെ ഞാനിത് മുളപ്പിച്ച് നോക്കിയിട്ടില്ല. അപ്പോൾ നമുക്ക് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ കുറച്ചധികം സീഡ് ഞാൻ ഒരു ട്രേയിൽ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ച് വാട്ടറിങ് കൂടെ ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേറൊരു സൂത്രം ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, നമ്മൾ ഈ കോളിയാസ് അത് കണക്ക് പല ചെടികളുടെ ഈ മണ്ട നുള്ളി കളയത്തില്ല, അത് അങ്ങനെ നുള്ളി കളഞ്ഞത് ഞാൻ ചുമ്മാതെ ഒരു കുഞ്ഞ് പീസ് കുത്തി വെച്ചാണ്. ഇപ്പോൾ ആ 2 ഇല വലുതായിട്ടുണ്ട്. പോരാത്തിന് അടുത്ത കിളിർപ്പൊക്കെ വരുന്നുണ്ട്. അപ്പം കുഞ്ഞൊരു മണ്ടയാണെങ്കിലും കിളിക്കും എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണിത്. ഇത് കണക്ക് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. പിന്നുള്ളത് ഇതേപോലെ ഞാൻ മണ്ടനുള്ളി എടുത്ത് നമ്മുടെ ചൈനീസ് ബോൾസ് ഉണ്ടല്ലോ, ഹൈബ്രിഡ്, അത് ഞാൻ ഇതേപോലെ മണ്ടനുള്ളി കളയാൻ നേരത്തെ ചുമ്മാ ഒന്ന് കുത്തി വെച്ചതാണ്. അതും ഇപ്പോൾ പുതിയ ലീഫൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ബോൾസ്യത്തിൻ്റെ സീഡിൻ്റെ അപ്ഡേഷനുകളിൽ കാണാം കേട്ടോ.